ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. കേരള PSC യുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള പരീക്ഷയാണ് ഈ വരുന്ന 18th. ഇന്നിപ്പം 14th ആയി. 15, 16, 17 3 ദിവസങ്ങളാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം പോളിഷിങ്ങിനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ 3 ദിവസങ്ങൾ നിങ്ങൾ പഠിക്കുക, അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മറക്കാതെ നമ്മുടെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും കമന്റ്സോ ഒപ്പീനിയൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ എഴുതാവുന്നതാണ്. ഇൻ കേസ് ഞാൻ എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, മിസ് ഔട്ട് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ഞാൻ അത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെയാണ്. അത് കേരള PSCക്ക് മാത്രമല്ല, MCQs ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും കോമൺലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആണ്. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള PSC പരീക്ഷയുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് മാത്രം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന എല്ലാവരും കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഹാൾ ടിക്കറ്റ് വന്നിട്ടുള്ള ഹാൾ ടിക്കറ്റ് പ്രിന്റ് എടുക്കേണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ കളറാണോ? ഹാൾ ടിക്കറ്റിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്യാത്ത സ്ഥിതിക്ക് അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്താലോ അല്ലെങ്കിൽ കളർ എടുത്താലോ യാതൊരു കുഴപ്പവും ഇല്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ വന്നിട്ടുള്ള അഡ്മിറ്റ് കാർഡിന്റെ ഫസ്റ്റ് പേജ് മാത്രം പ്രിന്റ് ഔട്ട് എടുത്താൽ മതിയോ? അതിനെനിക്ക് പറയാനുള്ള മറുപടി, ആക്ച്വലി ഞാനായിരുന്നു നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ആ 3 പേജും പ്രിന്റ് ഔട്ട് എടുക്കാം. 3 പേജസ് ആണല്ലോ ഉള്ളത്. ഫസ്റ്റ് പേജിൽ മാത്രമാണ് നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത്, ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ തന്നെ സിലബസിന്റെ പാർട്ടും ആണ് വരുന്നത്. ഞാനായിരുന്നെങ്കിൽ ആ 3 പേജും സിംഗിൾ സൈഡ് പ്രിന്റ് ഔട്ട് എടുത്താണ് കയ്യിൽ വെക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് റഫ് വർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്ഥലമേ യൂഷ്വലി കിട്ടാറുള്ളൂ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം. അപ്പോ ഇൻ കേസ് എനിക്ക് അത് എക്സീഡ് ചെയ്യുന്ന തരത്തിലെ പ്രോബ്ലംസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് മോർ സ്പേസ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു സിംഗിൾ സൈഡ് ഈ 3 പേജസ് പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ പുറകിൽ വരുന്ന സ്ഥലത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന ഈ റഫ് വർക്ക് ചെയ്യാനുള്ള സ്പേസിൽ പോയിട്ട് നമ്മൾ ഓരോ വാല്യൂസും നമ്മൾ നോക്കി എഴുതാനായിട്ട്. ഇതിൽ നോക്കി പുറകിലുള്ള ഇപ്പൊ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു പ്രോബ്ലം ആണ് വന്നെങ്കിൽ ഫസ്റ്റ് പേജ് നോക്കി ദെൻ നമ്മുടെ റഫ് വർക്ക് ചെയ്യേണ്ട സ്പോട്ടിൽ വന്നിട്ട് ഇതങ്ങ് എത്തിച്ച് നോക്കി എഴുതുക എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. ബെറ്റർ നമുക്കൊരു വേറൊരു ഷീറ്റ് കിട്ടുവാണെങ്കിൽ ദാറ്റ്സ് വെരി കൺവീനിയന്റ്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ടൈം സേവ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അത് ആ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ 3 പേജസ് നിങ്ങൾ സിംഗിൾ സൈഡഡ് ആയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ അങ്ങനെ പ്രിന്റ് ഔട്ട് എടുക്കുക. ഓക്കെ, ഈ 3 പേജസ് നമ്മളിങ്ങനെ സിംഗിൾ സൈഡഡ് ആയിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് പോകുമ്പോൾ ചില ഇൻവിജിലേറ്റേഴ്സ് ബാക്കിയുള്ള 2 പേജസ് അങ്ങ് ചിലപ്പോൾ റിമൂവ് ചെയ്ത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടെന്ന് വരും. ഞാൻ പറയുന്നത് ബി പ്രിപ്പയർഡ് ടു ഫേസ് ദാറ്റ്. ഓക്കെ, അവർ ഈ പേജസ് വേണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ വന്നിട്ടുള്ള അഡ്മിറ്റ് കാർഡിൽ ഈ 3 പേജസ് ഉണ്ട്, സോ ഐ വാണ്ട് ടു കീപ് ദിസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മൾ അഡ്മിറ്റ് കാർഡ് എന്ന് പറഞ്ഞ കേരള PSC നമ്മുടെ തുളസി ലോഗിനകത്ത് തരുന്ന പേജസ് മാത്രമേ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുള്ളൂ. അതിൽ അഡീഷണലി നമ്മൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ അത് പരിശോധിച്ച ശേഷം തിരിച്ചു തരാവുന്നതാണ്. അവർക്ക് അത് കീപ്പ് ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല. പിന്നെ അൾട്ടിമേറ്റ്ലി ഇൻവിജിലേറ്റേഴ്സ് പറയുന്നത് കേൾക്കണം, ഇല്ലെങ്കിൽ നമ്മളെ ബാൻ ചെയ്യുമെന്നൊക്കെയാണല്ലോ ഭീഷണിയുള്ളത്. സോ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കാം നമുക്ക്. ഓക്കെ, നമുക്ക് എക്സാം ടൈം പറഞ്ഞിട്ടുള്ളത് 7:15 to 9:15 ആണ്. അതിൽ ഫസ്റ്റ് 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈ അഡ്മിഷൻ ടിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ ID പ്രൂഫും ഒക്കെ വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള സമയമാണ്. ആദ്യത്തെ 30 മിനിറ്റ് എന്ന് പറയുന്നത്. ഈ 7:45 to 9:15 ആണ് ആക്ച്വലി എക്സാം നടക്കുന്നത്. നമുക്ക് എക്സാം ഹാളിൽ 7 o'clock മുതൽ കയറിയിരിക്കാം. 7:15 മുൻപ് തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തിയിട്ടുണ്ടായിരിക്കണം. 7:15 ശേഷം 1 മിനിറ്റ് വൈകിയാൽ നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് കയറാനായിട്ട് സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ ന്യൂസുകളും കാര്യങ്ങളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. സോ 7:15 ശേഷം 1 മിനിറ്റ് വൈകിയാൽ പോലും എക്സാം ഹാളിൽ കയറാനായിട്ട് സാധിക്കില്ല. സോ
അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് നേരത്തെ എങ്കിലും എത്തുക. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റ് നോക്കിയിട്ട് ക്ലോക്ക് റൂമിൽ നിങ്ങളുടെ ബിലോങ്ങിങ്സ് എല്ലാം കൊണ്ടുവച്ച് ഒന്ന് ഫ്രഷൻ അപ്പ് ആയിട്ട് എക്സാം ഹാളിൽ കയറിയിരിക്കാനുള്ള ടൈം കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ എക്സാം കഴിയുന്നത് വരെ, അതായത് 9:15 വരെയും നമ്മൾ എക്സാം ഹാളിൽ തന്നെ ഇരിക്കണം. ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് ടൈം PSC എഴുതുന്ന ചില കുട്ടികൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം അഡ്രസ് ചെയ്യുന്നത് കേട്ടോ. ഏതൊക്കെ ID പ്രൂഫ്സ് വാലിഡ് ആണ് അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആണ് കേരള PSCക്ക് എന്നുള്ളത് നമ്മുടെ അഡ്മിഷൻ ടിക്കറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ കൈവശമുള്ള ഒറിജിനൽ ID പ്രൂഫ് തന്നെ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തത്, എക്സാം ഹാളിലേക്ക് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് കൊണ്ടുപോകാം. നിർബന്ധമായിട്ടും കയ്യിൽ വേണ്ട 3 ഐറ്റംസ് ആണ് ഞാനിവിടെ പറയുന്നുള്ളൂ. ബാക്കിയുള്ള വാട്ടർ ബോട്ടിൽ എക്സെട്ര അതൊക്കെ പിന്നെ നിങ്ങൾ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡിലെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഫോളോ ചെയ്യാം. വാച്ച് പോലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല കേട്ടോ എക്സാം ഹാളിലേക്ക്. അപ്പം മാൻഡേറ്ററിലി നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട 3 സംഭവങ്ങൾ നേരത്തെ പറഞ്ഞ അഡ്മിറ്റ് കാർഡ്, ദെൻ original ID proof, and coming to the third one, blue or black ballpoint pen. അപ്പോൾ എഡിന്റെ എക്സാമിന്റെ സമയത്തും ഞാനിത് പറഞ്ഞിരുന്നു വീഡിയോ ചെയ്തപ്പോ. ഞാൻ എൻ്റെ കുട്ടികളോടെല്ലാം എപ്പോഴും പറയുന്ന കാര്യമാണ്, എക്സാമിന് പോകുമ്പോൾ OMR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ബബിൾ ചെയ്യേണ്ട തരത്തിലുള്ള OMR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് MCQs ആണ് വരുന്നതെങ്കിൽ മാക്സിമം, നിങ്ങൾക്കിത് കാണുന്നുണ്ടോ? I'm not sure whether you guys are able to see all this. ഇതൊരു റോറിട്ടോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫാൻഡഫ്ലോ എന്ന് പറയുന്ന പെന്നാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ടിപ്പ് കുറച്ചും കൂടി അങ്ങ് എന്താ പറയാ, ആ ബോളിന്റെ സൈസ് കുറച്ചും കൂടി വലുതാണ്. സോ നമുക്ക് ഈസി ആയിട്ട് ബബിൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഞാൻ എല്ലാ കുട്ടികളുടെ അടുത്തും പറയുന്ന കാര്യമാണ്. ഈ ഒരു ടിപ്പ് എനിക്ക് എൻ്റെ ഒരു ഗുരുനാഥനാണ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നത്. അന്ന് ഈ പറയുന്ന ബ്രാൻഡിന്റെ നെയിം ബ്രാൻഡിന്റെ നെയിം റോറിട്ടോ എന്നല്ലായിരുന്നു, വേറൊരു നെയിം ആയിരുന്നു. ബട്ട് അവര് പേര് മാറ്റിയെന്ന് മാത്രം. അപ്പോ റോറിട്ടോന്റെ ഫാൻഡഫ്ലോ, ഓക്കെ, ദാറ്റ്സ് എ നെയിം ഓഫ് ദ പെൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, കാരണം ബോൾ സൈസ് കുറച്ചും കൂടെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ബബിൾ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ പുറമേന്ന് ബബിൾ ചെയ്ത് അകത്തോട്ട് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ ഒരു എന്താ പറയാ, ടൈം സേവിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് ഇത്. പുറത്തേക്ക് മഷി പടരാതിരിക്കാൻ വേണ്ടിയിട്ടും പുറമേ നിന്ന് ബബിൾ ചെയ്തതിന് ശേഷം ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ, ബബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ, അഡ്മിഷൻ ടിക്കറ്റിലെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ചിരിക്കണം. അതിനകത്ത് എത്ര മാർക്കാണ് പിന്നെ ഓരോ ക്വസ്റ്റ്യനും വരുന്നത്, എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്ക് ഉണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ എത്ര മാർക്കാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്, അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇൻസ്ട്രക്ഷൻസ് അറ്റ്ലീസ്റ്റ് വൺസ് റീഡ് ചെയ്തിട്ട് വേണം പോവാനായിട്ട് കേട്ടോ. നേരത്തെ കേരള PSC നടത്തിയ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാം നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതിന്റെ സെയിം സിലബസ് തന്നെയാണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള സിലബസിലും ആവർത്തിച്ചിരിക്കുന്നത്, എക്സെപ്റ്റ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോ നേരത്തെ എഡിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, അതിന്റെ ഒരു ഡിസ്കഷൻ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് മാത്സ് മൊഡ്യൂൾ വൈസും ഫിസിക്സും കെമിസ്ട്രിയും ഓരോരോ വീഡിയോസ് ആയിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ കിടപ്പുണ്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ചാനലിനകത്ത്. അപ്പൊ വേണ്ടവർക്ക് അതെടുത്ത് നോക്കാവുന്നതാണ്. ആ ഒരു പേപ്പർ നോക്കിയിട്ടുള്ള കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനകത്ത് വന്നിരിക്കുന്ന എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, ഈ 3 വിഷയങ്ങളിലും ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ 2 പ്രൊമോഷൻ കഴിഞ്ഞിട്ട് എത്തുന്ന പോസ്റ്റാണ്. അതിനകത്തെ എഞ്ചിനീയറിംഗ് ഫിസിക്സും എഞ്ചിനീയറിംഗ് കെമിസ്ട്രിയും ആൻഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സും ഇത്രയും ഈസി ആയിരുന്നെങ്കിൽ IEOന്റെ, അതായത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഈ 18-ാം തീയതി നമ്മുടെ ഈ പരീക്ഷയ്ക്ക് ഇതിലും എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ ചോദിക്കുക എന്ന രീതിയിൽ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ADയുടെ പോസ്റ്റില് ഒരു സബ്ജക്റ്റ് കൂടെ
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഭാഗം ഭയങ്കര ടഫായിട്ടുള്ള ഒരു പോർഷൻ ആയിരുന്നേ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നത് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ്. സോ എന്റെ ഒരു കൺക്ലൂഷൻ, ഞാൻ ആ ഒരു പേപ്പർ അനലൈസ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ ലൈക്ക് ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്തമാറ്റിക്സ് ഇതില് അത്യാവശ്യം നോളജ് ഉള്ള, പക്ഷെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ കുറച്ച് ഇൻഡെപ്ത് തന്നെ നോളജ് ഉള്ള കുട്ടികളെ സെലക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് ആ ഒരു പേപ്പർ ഇട്ടിരിക്കുന്നത്. സോ അതുമായിട്ട് നമുക്ക് നമ്മുടെ ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ പേപ്പർ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നറിയില്ല. എന്റെ ഒരു പേഴ്സ്പെക്റ്റീവില് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പരീക്ഷ ADയുടേതിനേക്കാളും കുറച്ച് നല്ല രീതിയിൽ തന്നെ ടഫായിരിക്കും. ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും വരാനുള്ള സാധ്യത കൂടുതലാണ്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കേസസ് ആണ് യൂഷ്വലി കേരള PSCയിൽ വരുന്നത്. ഒരു ഗേറ്റ് ലെവലോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചർ പോലി അങ്ങനെയുള്ള പോസ്റ്റുകളിലേക്ക് വളരെ റെയർ ആയിട്ട് മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ കേരള PSCയെ സംബന്ധിച്ചിടത്തോളം മാക്സിമം തിയറി പാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാവുന്നതാണ് 70% ക്വസ്റ്റ്യൻസും. പിന്നെ വരുന്നത് ലെസ് ദാൻ 30% മാത്രമാണ്, മാക്സിമം 30% വേണമെങ്കിൽ വരുമായിരിക്കും എന്ത് ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ ഈ ഒരു എക്സാമില് നമ്മള് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് തരും, 4 സ്റ്റേറ്റ്മെന്റ്സ് അങ്ങോട്ട് തരും. ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നുള്ളത് ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിരിക്കും. അത് കണ്ട ഉടനെ തന്നെ കുട്ടികള് നേരെ ചെന്ന് എന്ത് ചെയ്യും, ABCD 4 ഓപ്ഷൻസ് അല്ലേ OMRനകത്തുള്ളത്, A അങ്ങോട്ട് ബബിൾ ചെയ്യും. അതായത് പെട്ടെന്ന് ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. അതിന് താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ 1 ഓൺലി അല്ലെ 1 and 2 and 3 അല്ലെങ്കിൽ ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെയാണ് ചിലപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കുക. പക്ഷെ ആബ്സെൻസ് ഓഫ് മൈൻഡ് കാരണം എന്ത് സംഭവിക്കും, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നേരെ പോയിട്ട് ഓപ്ഷൻ A അങ്ങോട്ട് ബബിൾ ചെയ്യും. അപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് റാപ്പിഡ്ലി ഓപ്ഷൻസ് ചൂസ് ചെയ്യരുത്, മൊത്തം വായിച്ച് നോക്കിയിട്ട് മാത്രം ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ഇനി പിന്നെ നമ്മള് ഈ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോ എലിമിനേഷൻ മെത്തേഡ്, ഇപ്പൊ നമുക്ക് കംപ്ലീറ്റ് സ്റ്റേറ്റ്മെന്റ്സും അറിയില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എലിമിനേഷൻ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് നോക്കും. അതിനകത്ത് നമ്മൾ എന്താ ചെയ്യുക, അൺലൈക്ലി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് നാരോ ഡൗൺ ചെയ്യും. ഇതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആവാനായിട്ട് ചാൻസ് ഉള്ളത് എന്ന്. ഓക്കെ, ട്രൂ ഓർ ഫോൾസ് വാട്ട് എവർ. പിന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്വാളിഫയേഴ്സ്. ഓൺലി, ഓൾവേസ്, നെവർ, ഓൾ ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ ശരിക്കും കാണിക്കുന്നത് എക്സ്ട്രീമിറ്റീനെയാണ്. ഇങ്ങനെ ഈ ഒരു എക്സ്ട്രീമിറ്റീനെ കാണിക്കുന്ന കേസസ് എല്ലാം റോങ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അങ്ങനെയുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. ഇനി മോസ്റ്റ് അൺയൂഷ്വലി സം, ഈ 3 എണ്ണം എക്സ്ട്രീമിറ്റീനെ അല്ല കാണിക്കുന്നത്. ഇതെല്ലാം ചിലപ്പോ റൈറ്റ് ആയിട്ടുള്ള, മാക്സിമം റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിനെയാണ് കാണിക്കുന്നത്. പിന്നെ റാൻഡം ഗസ് നടത്തരുത്, എഡ്യൂക്കേറ്റഡ് ഗസ് മാത്രം ചെയ്യുക. സേ നോ ടു റാൻഡം ഗസ്, സേ യെസ് ടു എഡ്യൂക്കേറ്റഡ് ഗസ്. ഓക്കെ, റാൻഡം ഗസ് എന്ന് പറയുമ്പോൾ ഇത് 1 2 3 4 5 കുരുവികൾ ആ ലൈനിൽ ഓപ്ഷൻ ചൂസ് ചെയ്യരുത്. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കേണ്ട കാര്യം പാറ്റേൺസ് ഇൻ ദ ഗിവൺ ഓപ്ഷൻസ്. അതായത് ഇൻ കേസ് ഓഫ് ഷെയറിംഗ് എ കീ ടെർമിനോളജി അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിമിലാരിറ്റി, അങ്ങനെയൊക്കെ ആണെങ്കിൽ സിമിലാരിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് 2 സെന്റൻസസിൽ എങ്കിൽ അതിലൊന്നായിരിക്കും ആൻസർ ആയിട്ട് വരിക.
ഓക്കെ, അല്ലെങ്കിൽ ഒരു കീ ടെർമിനോളജി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, 2 ഓപ്ഷൻസ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും റൈറ്റ് ആൻസർ വരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും പ്ലീസ് ട്രസ്റ്റ് യുവർ ഫസ്റ്റ് ഇൻസ്റ്റിങ്ക്റ്റ്. സെക്കൻഡ് ടൈം ഒന്ന് ഓവർ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും നമ്മുടെ കയ്യിൽ നിന്ന് പാളിപ്പോവും. അത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും. ഫസ്റ്റ് ടൈം നമ്മൾ ഇത് ഓർത്ത് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് ഓവർ തിങ്ക് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും എന്ത്, സെക്കൻഡ് വൺ ആണ് കറക്റ്റ്. അങ്ങ് ബബിൾ ചെയ്യും. തിരിച്ചു വന്ന് ആൻസർ കീ കാണുമ്പോൾ നമ്മൾ ഈശ്വര അല്ലേ. ഓക്കെ, എല്ലാവരും എല്ലായ്പ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അതായത് നമ്മള് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ അപ്പൊ തന്നെ ബബിൾ ചെയ്യേണ്ടതുണ്ടോ? ആക്ച്വലി അതിനെ ഒപ്പോസ് ചെയ്യുന്ന തരത്തിലെ അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പറയാം, വേറെ ഒന്നും കൊണ്ടല്ല. നേരത്തെ വായിച്ച 10 ക്വസ്റ്റ്യൻ, ഓക്കെ, അത് ഞാൻ ബബിൾ ചെയ്തില്ല. ഞാൻ എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഏതാണ് റൈറ്റ് ഓപ്ഷൻ എന്നുള്ളത് ജസ്റ്റ് ടിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നോക്കിയപ്പോ 8ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, അപ്പൊ ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഞാൻ അങ്ങ് വായിച്ചു വന്നപ്പോ ക്വസ്റ്റ്യൻ പേപ്പറിലെ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയപ്പോ 8ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കിടക്കുന്നത്. ഞാൻ നേരത്തെ ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ ബബിൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല? ഈ 18ാമത്തെ ക്വസ്റ്റ്യനില് റൈറ്റ് ആൻസർ കിടക്കുന്നുണ്ട്. ആ സംഭവം എനിക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നില്ല. പക്ഷെ സിൻസ് ഞാൻ ഡിസൈഡ് ചെയ്തത് കൊണ്ട്, അതായത് ഞാൻ ഏറ്റവും അവസാനം എല്ലാ ക്വസ്റ്റ്യൻസും വായിച്ചതിന് ശേഷം കിട്ടുന്ന 20 to 30 മിനിറ്റ്സ്, ലാസ്റ്റ് 30 മിനിറ്റ്സ് മാത്രം ബബ്ലിങ്ങിനായിട്ട് സ്പെയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി ആണ്. അത് നിങ്ങളുടെ ഇതിനനുസരിച്ച് കേരള PSCയിൽ തന്നെ ഞാൻ നേരത്തെ 1-2 പേപ്പറിൽ അങ്ങനത്തെ ടെക്നിക്കൽ പേപ്പറുകളിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് കണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിവിടെ ഷെയർ ചെയ്തത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ടൈം മാനേജ്മെന്റ്. ഓക്കെ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്ട്സ് ആണ് ഉള്ളത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയുന്ന വിഷയം ഏതാണോ അത് ആദ്യം ആൻസർ ചെയ്യുക. അതിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതങ്ങ് വട്ടമിട്ട് വെക്കുക, ഏറ്റവും അവസാനം ചെയ്യാം. ഓക്കെ, തിയറി പാർട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യാം. ദെൻ മാത്തമാറ്റിക്സ് എടുക്കുക. അതിനകത്ത് തിയററ്റിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും തിയറം ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചറവറാന്ന് അത് അങ്ങോട്ട് ആൻസർ ചെയ്ത് വെക്കുക. ദെൻ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും പ്രോബ്ലംസിലേക്ക് പോവുക. പ്രോബ്ലംസ് മിക്കവാറും സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമായിരിക്കും. നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ വെലോസിറ്റി ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരിക. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും പഠിക്കേണ്ടി വരില്ല. ഫോർമുലാസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരിക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഈ തിയററ്റിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസിന് ശേഷം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ജെം ടു എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്, കുറച്ചധികം സ്റ്റെപ്സ് വരുന്ന ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുമായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഒരു പ്രോബ്ലത്തിൽ ചിലപ്പോൾ നമ്മൾ അങ്ങ് ഇരുന്ന് പോവും. നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് ചെയ്യാൻ അറിയാം, പക്ഷെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് കിട്ടുന്ന ആൻസർ റോങ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാനിക് ആവും. പിന്നെ നമുക്ക് എന്താ പറയാ, എന്ത് പറ്റി, ഏത് സ്റ്റെപ്പിലാണ് റോങ് ആയി പോയത് എന്നുള്ളത് നമ്മൾ നോക്കാനിരിക്കും. ടൈം അങ്ങനെ അങ്ങ് പോവും. ഓക്കെ, സോ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്താൽ നന്നായിരിക്കും. എന്റെ സജഷൻ ആണ് അത്. നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെ വേണം എന്നുള്ളത്. പിന്നെ ഓൾ ഓഫ് ദീസ്, നൺ ഓഫ് ദീസ് എന്നുള്ള ഓപ്ഷൻസ് ക്വസ്റ്റ്യനിൽ ആഡ് ചെയ്യുന്നത് ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത്, ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണ്. ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ കേരള PSC ഓൾ ഓഫ് ദീസ് അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇടുന്ന ഒരു ടെൻഡൻസി കുറച്ച് കുറവാണ്. എന്നാലും ഉണ്ട്, ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോ ബാക്കിയുള്ള ഓപ്ഷൻസ് പ്രോപ്പറായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഈ ഓൾ ഓഫ് ദീസ്, നൺ ഓഫ് ദീസിലേക്ക് പോകാവൂ. കേട്ടില്ലേ? ഇനി പ്രസൻസ് ഓഫ് മൈൻഡ്, നേരത്തെയും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ത്രൂ ഔട്ട് ഈ 7:15 to 9:15 പ്രസൻസ് ഓഫ് മൈൻഡ് ആ എക്സാം ഹാളിൽ തന്നെ ഇരിക്കണം, ആ പേപ്പറിൽ ഇരിക്കണം. കേട്ടില്ലേ? ആബ്സെൻസ് ഓഫ് മൈൻഡ് പാടില്ല. കെയർലെസ്ലി ഓപ്ഷൻസ് റോങ് ആയിട്ട് ബബിൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്ന് വരാം. ലൈക്ക്
നമുക്കറിയാം, നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു, നമ്മൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് നമുക്കറിയാം, നമ്മൾ ടിക്ക് ചെയ്തിട്ടു. ബട്ട് ഡ്യൂറിങ് ഈ സംഭവം ബബിൾ ചെയ്യുമല്ലോ നമ്മള്, ബബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ അങ്ങ് മാറ്റിപ്പോയിട്ട് അങ്ങ് സിയിൽ അങ്ങോട്ട് ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഒരു നെഗറ്റീവ് 1/3 നെഗറ്റീവ് വരും. ഓക്കെ, റൈറ്റ് ആൻസർ ആവേണ്ടതായിരുന്നു, അത് അങ്ങ് നെഗറ്റീവ് അടിക്കും. ഓക്കെ, അപ്പൊ ഈ 3 days നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാല് പ്രോപ്പർ ആയിട്ട് എല്ലാ കണ്ടന്റ്സും റിവൈസ് ചെയ്യുക. പല മെത്തേഡ്സ് നമുക്ക് ഫോളോ ചെയ്യാം, പല രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കുക എന്നുള്ളത്. പഠിക്കുന്ന സ്റ്റൈല് ഡിഫറെന്റ് ആയിരിക്കും ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളവും. ചിലർക്ക് അങ്ങ് വായിച്ചു പോവേണ്ടി വരും, വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ് കേൾക്കേണ്ടി വരും. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? ഹെഡ്സെറ്റ് വെക്കുക, കണ്ണടച്ചങ്ങ് ഇരിക്കുക, ക്ലാസ് അങ്ങോട്ട് കേൾക്കുക. ഓൺലൈൻ നമ്മൾ എല്ലാ കണ്ടന്റിന്റെയും സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കണ്ടന്റ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് മിനിറ്റായി നമുക്കൊന്നും ഇനി ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ള ആ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി നിർത്തിയേക്കുക. ലാസ്റ്റ് മിനിറ്റിലടക്കം പല മിറാക്കിൾസും സംഭവിച്ചേക്കാം. ഓക്കെ, പിന്നെ ഒരു കാര്യം ഞാൻ ഇതിനകത്ത് പറയുവാണ്, അതായത് വേറൊന്നുമല്ല, ഇനി ഏതെങ്കിലും കുട്ടികൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ മെറ്റീരിയൽസും കൂടെ ഒന്നിച്ച് വാങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഞാൻ 500 rupeesന് മെറ്റീരിയൽസ് കൊടുക്കാനായിട്ട് വില്ലിംഗ് ആണ്. ഒരു ലാസ്റ്റ് ടച്ചപ്പ് വേണം, അതായത് നോട്ട്സ് എല്ലാം സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് പഠിച്ച കുട്ടികളുണ്ട്, എനിക്കറിയാം അവരെ. അപ്പൊ ഇനി ആർക്കെങ്കിലും അതിനകത്ത് എന്താ പറയാ ലാസ്റ്റ് ടച്ചപ്പിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽസ് വേണം, കംപ്ലീറ്റ് മെറ്റീരിയൽസും വേണമെന്നുണ്ടെങ്കിൽ 500 rupeesന് അവൈലബിൾ ആണ്. ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ പർച്ചേസ്, ലൈക്ക് സിംഗിൾ ഐറ്റം ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ പെർ ഐറ്റം 100 rupees ആണ് വരുന്നത്. പിന്നെ നമ്മുടെ മാത്സിന്റെ ഒരു ചീറ്റ് ഷീറ്റ് ഉണ്ട്, അത് ഞാൻ വില കുറയ്ക്കുന്നില്ല, 200 rupeesന് തന്നെയാണ് അത് കീപ്പ് ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. AD-യുടേതടക്കം ഉള്ള എക്സാമുകൾക്ക് യൂഷ്വലി ആ ചീറ്റ് ഷീറ്റിൽ നിന്നും കുറഞ്ഞത് ഒരു 10 മാർക്കിനുള്ള കണ്ടന്റ്സ് ആൻസർ ചെയ്യാനായിട്ട് പറ്റും, എന്താ പറയാ, ഇൻക്ലൂഡിങ് ഗേറ്റ്. ഓക്കെ, സോ ആ പറയുന്ന ചീറ്റ് ഷീറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് 200 തന്നെയാണ്. ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ് ഫോർ നോട്ട് റെഡ്യൂസിങ് ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ ഈ 3 ദിവസങ്ങള് യൂട്ടിലൈസ് ചെയ്യുക. യു ഗോട്ട് ദിസ്. ഓക്കെ, പിന്നെ കോൺഫിഡൻസ് കളയരുത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സജഷൻസും ഒപ്പീനിയൻസും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക, ഞാനത് പിൻ ചെയ്ത് വെക്കുന്നതാണ്. ഇനി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ഓക്കെ, ഇനി ഏത് വീഡിയോയിലാണ് കാണുക എന്ന് എനിക്ക് അറിയില്ല. സോ for formality, I am saying see you in the next video. Signing off, your study partner Click. So stay focused on what really matters.